പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. കർത്താവ് നമ്മളെ ആക്കിയിരിക്കുന്ന സ്ഥലത്തൊക്കെയും അവൻ നമ്മെ വിശ്വസ്തയോടെ കാക്കുന്നു. ഇന്നൽപ്പം നേരത്തെ ചിന്തയ്ക്കായിട്ട് സങ്കീർത്തനം 46:10 മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവീൻ. ഞാൻ ജാതികളുടെ ഇടയിൽ ഉന്നതൻ ആകും, ഞാൻ ഭൂമിയിൽ ഉന്നതൻ ആകും. നമ്മോട് കർത്താവ് പറയുന്ന ഒരു കൽപ്പനയായത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതിയതാണ്, പക്ഷേ ഇന്നും അത് കംപ്ലീറ്റ്ലി ആപ്ലിക്കബിൾ ആണെന്നുള്ളത് മറന്നു പോകരുത്. നമ്മുടെ മൈൻഡിൽ, നമ്മുടെ മനസ്സിൽ ഒത്തിരി കാര്യങ്ങൾ അടിഞ്ഞുകൂടിയിട്ട് ചിലപ്പോൾ നമുക്ക് ചിന്തിക്കാൻ പറ്റാതെ നമ്മൾ നമ്പായി പോകുന്ന അവസ്ഥകളുണ്ടല്ലോ. പലപ്പോഴും വേർഡ്ലി ഇൻഫർമേഷൻസ് നമ്മുടെ മനസ്സിൽ കയറുമ്പോഴാണ് അവിടെ നങ്കൂരമിട്ട് ഉറപ്പിച്ച് അങ്ങനെയുള്ള ചിന്തകൾ ഇരിക്കുമ്പോൾ നമ്മുടെ ദൈവവുമായിട്ടുള്ള ആ ബന്ധം, ആ റിലേഷൻഷിപ്പ് നമുക്ക് സ്മൂത്തായിട്ട് കൊണ്ടുപോകാൻ പറ്റാതെ വരും. അപ്പോഴാണ് പറയുന്നത്, ബി സ്റ്റിൽ ആൻഡ് നോ ദാറ്റ് ഐ എം ഗോഡ്. നീ മിണ്ടാതിരിക്കുക, ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളണം. ഞാൻ പറയട്ടെ, ഇന്നത്തെ ഈ ഫാസ്റ്റ് പേസ്ഡ് യുഗത്തിൽ, ഈ സ്ട്രെസ്ഡ് ഔട്ട് വേൾഡിൽ നമ്മളാരും മിണ്ടാതിരിക്കുന്നവരല്ല. പക്ഷേ ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നത്, നാം മിണ്ടാതെ ഇരുന്നാൽ നമുക്ക് ദൈവത്തെ ഒന്നുകൂടെ അടുത്തറിയാൻ പറ്റും. അങ്ങനെ ദൈവത്തെ നാം അറിഞ്ഞു കഴിയുമ്പോൾ കുഞ്ഞെ എല്ലാവിധത്തിലുള്ള അഡ്വാൻറ്റേജും അവൻ നമുക്ക് തരും. ഞാൻ പറയട്ടെ, നമ്മുടെ ചുറ്റും നടക്കുന്ന ഓരോ സംഗതികളും കാണുമ്പോൾ അതിൻ്റെ പുറകെ അതിനെ ഒന്നുകൂടെ വിവരിച്ച് പറയാതെ, പ്രത്യേകിച്ച് യുദ്ധശ്രുതികളും യുദ്ധത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കാതെ, വി നീഡ് ടു ബി സ്റ്റിൽ. വെൻ വി ആർ സ്റ്റിൽ, വി ആർ സിംപ്ലി ഇൻ എ ബെറ്റർ പൊസിഷൻ ടു ഹിയർ ഫ്രം ഗോഡ്. ദൈവം അപ്പം നമ്മളോട് കൂടുതൽ സംസാരിക്കുന്നത് മനസ്സിലാക്കുവാൻ തക്കവണ്ണം നമുക്ക് കഴിയും. യൂദ 1:20, ജൂൺ ചാപ്റ്റർ 1:20. നിങ്ങളോ പ്രിയമുള്ളവരെ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീയ വർധന വരുത്തി പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചു. അടുത്തത് പറയുന്നത് 21-ാമത്തെ വാക്യം, നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കരുണയ്ക്കായി കാത്തിരുന്നുകൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ച് കൊള്ളുവിൻ. പ്രൈസ് ദി ലോർഡ്. ഓരോ ദിവസവും നാം റീചാർജ്ഡ് ആകണം. കുഞ്ഞെ, നിൻ്റെ സെൽഫോൺ പോലെ റീചാർജ്ഡ് ആയേ പറ്റത്തുള്ളൂ. നിൻ്റെ സെൽഫോൺ എന്നേക്കുമായിട്ട് ഒരിക്കൽ ചാർജ് ചെയ്താൽ പിന്നെ പോവോ? ഒരു പവർ സോഴ്സുമായിട്ട് റെഗുലറായിട്ട് നാം പ്ലഗ് ചെയ്തിടണം. എങ്കിൽ മാത്രമേ അത് നമുക്ക് വർക്ക് ചെയ്യത്തുള്ളൂ. ചാർജ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, നമ്മളൊത്തിരി ബിസി ആയിപ്പോയി, അത് മറന്നുപോയെങ്കിൽ അത് തന്നെ നമ്മുടെ മുമ്പിൽ നിർജ്ജീവമായിട്ടിരിക്കും, പവറില്ലാതിരിക്കും. ആ പവറില്ലെങ്കിൽ ആ ഫോൺ നമുക്ക് യൂസ്ലെസ്സുമാണ്, അല്ലേ? നമ്മളും അങ്ങനെയൊക്കെ തന്നെ കേട്ടോ ദൈവമക്കളെ. നമ്മുടെ പവർ സോഴ്സ്, അതായത് നമ്മുടെ ദൈവവുമായിട്ട് നാം പ്ലഗ് ഇൻ ചെയ്യാതെ മുന്നോട്ട് പോയാൽ നാം പവർലെസ്സായിട്ട് തീരും. വളരെ നല്ലതായി അവൻ്റെ ശബ്ദം കേട്ട് അവൻ്റെ പ്ലാനിൽ നടന്ന് ക്രിസ്തുവിലുള്ള നമ്മുടെ അധികാരം നാം ഉപയോഗിച്ച് ശത്രുവിനെ എതിർത്ത് നിന്ന് നമ്മുടെ സന്തോഷവും നമ്മുടെ സമാധാനവും നമ്മുടെ പ്രോസ്പെറിറ്റിയൊക്കെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകണമെങ്കിൽ യു ഹാവ് ടു ചാർജ് അപ്പ് അറ്റ്ലീസ്റ്റ് വൺസ് എ ഡേ, മോർ ഇഫ് പോസിബിൾ എന്ന് ഞാൻ പറയട്ടെ. എത്ര പ്രാവശ്യം കഴിയുമ്പോൾ അത്രയും നല്ലത്. എങ്ങനെയാണ് ചാർജപ്പ് ചെയ്യുന്നത്? വോൾ സോക്കറ്റിലോട്ട് കൊണ്ടോ കുത്താൻ വല്ലതും ഉണ്ടോ? ക്യാൻ യു? നമ്മൾ ചാർജ്ഡ് അപ്പ് ആകുന്നത് എങ്ങനെയാണെന്നറിയാവോ? ബൈബിൾ വായിച്ചു മെഡിറ്റേറ്റ് ചെയ്തുക, പ്രാർത്ഥിച്ച
നമ്മുടെ സൃഷ്ടാവുമായിട്ട് ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്ത നാം ചാർജ്ഡ് ആകുന്നത്. എന്നെ സംബന്ധിച്ച് ക്വാളിറ്റി ടൈം എന്ന് പറഞ്ഞാൽ എല്ലാം നിർത്തിവെച്ച് ദൈവത്തെ മാത്രം നാം നോക്കിയാൽ, അവൻ്റെ വചനം വായിച്ച് പ്രാർത്ഥിച്ച് ആരാധിച്ച് മുന്നോട്ട് പോയാൽ മാത്രം. അതുകൊണ്ട് എനിക്കറിയാം സഹോദരിമാരിൽ അനേകരും അത് രാവിലെ എണ്ണീറ്റ് ദൈവമുഖം അന്വേഷിക്കുന്നവരായിരിക്കും. എല്ലാ രാവിലെയും നാം അത് ചെയ്യണം. എല്ലാത്തിനും മുമ്പേ അത് ചെയ്യണം. ആദ്യം തന്നെ അത് ചെയ്യണം. തന്നെയുമല്ല, ഒരു ദിവസക്കാലം നമ്മുടെ മുമ്പിൽ എന്തൊക്കെ കാര്യങ്ങളിൽ കൂടെ ആയിരിക്കും വരുന്നത്, നാം പോകേണ്ടി വരുന്നത്. അപ്പം നമ്മൾ അന്ന് രാവിലെ കാലം വായിച്ച ആ വചനം നമ്മുടെ കയ്യിലുണ്ടല്ലോ, വളരെ ഉപകാരപ്രദമായിട്ട് തീരും. ഒരു വാക്യം ഞാൻ എപ്പോഴും പറയുന്ന പോലെ രാവിലെ തന്നെ ഹൃദയത്തിൽ ഗൃഹസ്ഥമാക്കിയാൽ, അല്ലെങ്കിൽ നമ്മുടെ ഡെസ്കിലോ ബാത്റൂം മിററിലോ കിച്ചണിലിരിക്കുന്ന ഫ്രിഡ്ജിലോ എവിടെയെങ്കിലും ഒക്കെ ഒട്ടിച്ച് വെച്ചാൽ, അല്ലെങ്കിൽ രാവിലെ ചില ടീച്ചിങ് ലിസൺ ചെയ്യും, ചില പ്രസംഗങ്ങൾ കേൾക്ക്, അല്ലെങ്കിൽ ഓഡിയോ ബൈബിൾ ഓൺ ആക്ക് നിൻ്റെ ഡിവൈസിൽ. അങ്ങനെ ലിസൺ ചെയ്ത് ദൈവത്തിൻ്റെ കാഴ്ചപ്പാടൊക്കെ വായിച്ച് മനസ്സിലാക്കി കഴിയുമ്പോൾ വിശ്വാസത്തിൽ കുഞ്ഞ് നീ ചാർജ്ഡ് അപ്പ് ആകും. നിനക്ക് ഒന്നുകൂടെ ദൈവത്തോട് ചേർന്ന് നിൽപ്പാൻ അപ്പം ഇടയാകുകയും ചെയ്യും. നിനക്ക് പ്ലഗ് ഇൻ ചെയ്യാൻ പറ്റാതെ ടു ബിസി ആണെങ്കിൽ എന്താ പറ്റുമെന്നറിയാമോ? നീ ചാകത്തൊന്നുമില്ല, പക്ഷെ നീ മൂർച്ചയുള്ള വ്യക്തിയായിരിക്കത്തില്ല. എപ്പോഴും ടെംപ്റ്റഡ് ആയിരിക്കും, നീ എപ്പോഴും കൺഫ്യൂസ്ഡ് ആയിരിക്കും, എപ്പോഴും സ്ട്രെസ്ഡ് ആയിരിക്കും. നിൻ്റെ ജീവിതത്തിന് ലക്ഷ്യങ്ങളെ നിനക്ക് കാണാൻ കഴിയാതെ പോകും. ഫിനാൻഷ്യലി, കുഞ്ഞുങ്ങളുടെ വിഷയത്തിൽ ഒക്കെ നമ്മൾ ചില ട്രബിൾസിൽ ചെന്ന് ചാടുകയും ചെയ്യും. അതുകൊണ്ട് ഈ നാളിൽ നാം വളരെ ശ്രദ്ധ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ കൊടുക്കേണ്ടത് ആവശ്യമാണ്. ചിലപ്പോൾ എന്തെങ്കിലും ചിലതെനിക്ക് ആവശ്യമാണെന്നുള്ളൊരു ഫീലിംഗ് നിൻ്റെ മനസ്സിലേക്ക് വരാറുണ്ടോ? നീ എന്നിട്ടത് അന്വേഷിച്ച് ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കുവാണെന്ന് വെച്ചു. ചിലപ്പോൾ നീ ഫ്രിഡ്ജിൽ വെച്ച എന്തെങ്കിലും കാര്യമായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ നിൻ്റെ ഫോണായിരിക്കും. ഞാൻ പറയട്ടെ, പല പ്രാവശ്യം നാം നമ്മുടെ ആവശ്യത്തെ ഒന്ന് ഫില്ല് ചെയ്യുവാൻ ട്രൈ ചെയ്യുവാണെങ്കിൽ എങ്ങനെയായിരിക്കും ചെയ്യുന്നത്? അല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, കുഞ്ഞെ, വാസ്തവത്തിൽ നിൻ്റെ സമയം നീ എങ്ങനെയൊക്കെയാണ് ചിലവഴിക്കുന്നത്? സോഷ്യൽ മീഡിയയിൽ അല്ലേ? ഞാൻ പറയട്ടെ, ആൽക്കഹോളും ഡ്രഗ്സിലും ഒക്കെ പോലും സമയം സ്പെൻഡ് ചെയ്യുന്ന അനേകർ ഇന്ന് ബിലീവേഴ്സിൻ്റെ ഇടയിൽ തന്നെ വർദ്ധിച്ചുകൊണ്ടിരിക്കുക. മോർ ഓഫ് ഗോഡ്, ഐ വോണ്ട് മോർ ഓഫ് ഗോഡ് എന്ന് എത്ര പേര് പറയും? നമ്മുടെ ഹൃദയത്തിൻ്റെ നിലവിളി അതായിരിക്കണം. ക്രൈ ഔട്ട് ഫോർ മോർ ഓഫ് ഗോഡ്. എവിടെയൊക്കെ ശൂന്യത ഉണ്ടോ അതിനെ ഫില്ല് ചെയ്യാൻ അവന് മാത്രമേ കഴിയത്തുള്ളൂ. ഓരോ സമയവും തന്നെ അവൻ്റെ അടുക്കിലേക്ക് നാം അടുത്ത് വരുമ്പോൾ അവൻ്റെ ജ്ഞാനം, അവൻ്റെ സഹായം, അതെല്ലാം അവൻ നമുക്ക് തരും. അതോടൊപ്പം അവൻ്റെ സ്നേഹവും അവൻ നമ്മളിലേക്ക് പകർന്നു തരും. യാക്കോബ് 4-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യം ഇങ്ങനെ പറയുന്നു. ജെയിംസ് ചാപ്റ്റർ 4:8, ദൈവത്തോട് അടുത്ത് ചെല്ലുവിൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്ത് വരും. പാപികളെ കൈകളെ വെടിപ്പാക്കുവിൻ, ഇരുമനസ്സുള്ളവരെ ഹൃദയങ്ങളെ ശുദ്ധീകരിപ്പീൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് എപ്പോഴും നമുക്ക് ചെയ്തു തരുമ്പോൾ നാം വീണ്ടും വീണ്ടും അവനെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞുകൊണ്ടിരിക്കുക. മക്കളെ, അവൻ്റെ അടുക്കിലേക്ക് ചെല്ലേണ്ടത്. then he is right there to give us everything we need. ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റുമോ? സകലത്തിലും നമ്മെ സഹായിക്കുന്ന ദൈവകരങ്ങളിൽ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, നിൻ്റെ അടുക്കിലേക്ക് ഞങ്ങൾ കടന്നു വരുന്നു. നീ ഞങ്ങളെ ഒന്ന് ആശ്വസിപ്പിക്കുമാറാണ്, നീ ഞങ്ങളെ ബലപ്പെടുത്തുമാറാണ്, ദൈവകൃപയിൽ നിലനിർത്തുമാറാണ്. കർത്താവേ, ആ സാന്നിധ്യം ഞങ്ങൾക്ക് വിലയേറിയതാണ്. കർത്താവേ, നിന്നോട് ഏറ്റവും അടുത്തിരിക്കാൻ സഹായിക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.
പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു ഓൾ.